എടാ ഞാൻ ആരും ചിന്തിച്ചില്ല. അയ്യോ ഉണ്ണേ, നിന്നെ തോപ്പിക്കോടാ. എങ്കിലും റമീൻ അറിഞ്ഞോടുന്നു, നീ അപമാനിക്കാടാ കേരളക്കാരെ. അവൻ്റെ ഒരു കുണച്ച മ്യൂസിക് ഉണ്ട്, അതെനിക്ക് വേണ്ട ബ്രോ. നമുക്ക് ആ മ്യൂസിക് ഒന്നും വേണ്ട. എടാ ഇവിടെ എടാ അക്നേറ്ററെ ഇന്ന് ഞാൻ ബീറ്റ് ചെയ്യും. അയ്യോ അവനെ മ്യൂസിക് ഇല്ലാതെ എന്താ ശ്വാസം. പ്ലേ ചെയ്യാം. എടാ ഞാൻ ആരും ചിന്തിച്ചില്ല. അയ്യോ എടാ ഞാൻ ആരും ചിന്തിക്കാതെ കയറി കൊടുത്തടാ എന്റെ മണ്ട. എടാ ഞാൻ ആരും ചിന്തിക്കാടാ. എടാ ആര് ചിന്തിക്കാം. ഒരുത്തനെ അവന് കിട്ടാത്ത ഒരുത്തനെ വേണം. ഇവന് കിട്ടരുത്, പക്ഷെ എന്നാ അത്യാവശ്യം സെലിബ്രിറ്റി ആയിരിക്കണം. മനസ്സിലല്ലേ? ആ ഒരു അവന് കിട്ടല്ലേ, ഇവന് അറിഞ്ഞുകൂടാത്ത ഒരുത്തനെ വേണം. ആരാലോചിക്കാം നമുക്ക്. എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ. നീ നിന്റെ ക്വസ്റ്റ്യൻ വെച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, ഞാൻ ആലോചിക്കട്ടെ. സഞ്ജയിനെ വിചാരിക്കാമോ? അടുത്ത സഞ്ജയ് അപ്കമിങ് ഇതല്ലേ, വലിയ ആളായി പറഞ്ഞല്ലേ. എടാ ഇത് നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിന്റെ നഷ്ടമാണ്. ബോംബ് സ്റ്റാറിനെ വിചാരിക്കാൻ പോണം. ഓക്കെ, അതെവിടെയോ പേര് ഞാൻ പറഞ്ഞോടാ. അങ്ങനെ പേര് എന്തായിരുന്നു അവന്റെ? ധ്യാൻ ശ്രീനിവാസനെ വിചാരിക്കാൻ പോകും. അറിഞ്ഞോണം കുണ്ണെ. ഈസ് യുവർ ക്യാരക്ടർ ഇന്ത്യൻ? യെസ് ബ്രോ, ഇന്ത്യൻ മലയാളിയടാ. നീ ചോദിച്ചു നിന്നെ ഞാൻ തോപ്പിക്കും. ഈസ് യുവർ ക്യാരക്ടർ മാരീഡ്? എടാ ഡാൻസ് കല്യാണം കഴിച്ചാണല്ലേ? ആ കഴിച്ചാണ്. യെസ്. ഡസ് യുവർ ക്യാരക്ടർ പ്ലേ? എടാ ബ്രോ ഇത് എന്ത് സംസാരിക്കണ? നമ്മളെ കേരളക്കരയിലെ പടക്കം വലിയ ന്യൂക്ലിയർ സ്റ്റാർ ആണ്. നീ എന്ത് പറയണ? യെസ്, സിനിമ അഭിനയിക്കണ. ഈസ് യുവർ ക്യാരക്ടർ ഫ്രം സൗത്ത് ഇന്ത്യ? എടാ സൗത്ത് നമ്മളതല്ലേ, നോർത്തല്ലേ മറ്റേ പഞ്ചാബികളും ബല്ലേകള്. നമ്മളിവിടെ സൗത്ത്. നോർത്ത് എന്ന് പറയുമ്പോൾ ഷാരൂഖ് ഖാൻ. ഹിന്ദി ബോളിവുഡ്, നമ്മൾ ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ യെസ് ബ്രോ, യെസ്. ഈസ് യുവർ ക്യാരക്ടർ മലയാളി? ബ്രോ, യെസ് ബ്രോ, ഒൺലി മലയാളി ബ്രോ. ഈസ് യുവർ ക്യാരക്ടർ എ വുമൺ? നോ ബ്രോ, പോടാ. ഈസ് യുവർ ക്യാരക്ടർ മുസ്ലിം? നോ. ഹാസ് യുവർ ക്യാരക്ടർ ടേക്കൺ പാർട്ട് ഓഫ് ബിഗ് ബോസ്? ബിഗ് ബോസിൽ പോയ എടാ ഒരു ദിവസം ഒരു പടം 100 പടം ഇറക്കാനുള്ള സമയമാണ് പോണത്. അവന്റെ ക്രിസ്ത്യൻ അല്ലേ, ഹിന്ദു അല്ലേ? വാസ് യുവർ ക്യാരക്ടർ ഫാദർ ഫേമസ്? പിന്നെ ഡബ്ല്യു മാൻ ആണ്. ഈസ് യുവർ ക്യാരക്ടർ ഫാദർ ഡെഡ്? നോ. എടാ നിന്റെ ചോദ്യം ശരിയല്ല. എടാ ഇവന്റെ ചോദ്യം ഇത് ശരിയല്ല കേട്ടാ. അത് അന്ന് കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലാണ്. ഇവന്റെ ചോദ്യം ആറാമ്പറന്ന് ചോദ്യമാണ് അവന്റെ ചോദ്യം. നോ. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് ഫേമസ് ബ്രദർ? എടാ യെസ്. വിനീത് ശ്രീനിവാസൻ പിന്നെ എന്തോ പടം എടുത്തിച്ചു മാൻ തോക്കിയിരിക്കാണ്ടാ. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് എ യങ്ങർ ബ്രദർ? ധ്യാൻ ശ്രീനിവാസൻ അനിയനില്ലല്ലേ? ഇല്ല. നോ. ഡസ് യുവർ ക്യാരക്ടർ കൺസിഡർ ഹിംസെൽഫ് ഫണ്ണി? പ്രോബബ്ലി. ഈസ് യുവർ ക്യാരക്ടർ ഫാറ്റ്? എടാ ബ്രോ, യെസ്. ഡസ് യുവർ ക്യാരക്ടർ ഹാവ് എ മ്യൂസിഷ്യൻ ഫോർ ബ്രദർ? എടാ മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഇനി അതിനെ അല്ലാതെ പ്രോപ്പർ ഫുൾ മ്യൂസിഷ്യനെയാണ് അവൻ ചോദിക്കുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്കിപ്പ് യെസ് കൊടുക്കടാ, അത് പാട്ട് പാടിച്ചോണ്ടല്ലേ. എടാ അവൻ അറിയാം, മനസ്സിലായില്ല? നമ്മളെ കേരളക്കരയിലെ ന്യൂക്ലിയർ സ്റ്റാറിനെ അവൻ അറിയാൻ ചാറ്റ്. ന്യൂക്ലിയർ സ്റ്റാറിനെ അവൻ അറിയാം ബ്രോ. അവന് കിട്ടി. റെസ്പെക്ട് ബ്രോ. എത്ര എടാ ഇത് തന്നെടാ, നീ ഇത് തന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇത് തന്നെ ചാറ്റേ. ഡബ്ല്യു ഇത് തന്നെ. എടാ ഡബ്ല്യു ബ്രോ, ഡബ്ല്യു. എത്ര ചോദ്യം എടുത്ത് ചോദിച്ചാൽ ശ്രദ്ധിച്ചില്ലേ ഉണ്ണേ? നിന്നെ തോപ്പിക്കോടാ. ഈസ് യുവർ ക്യാരക്ടർ ഫ്രം തമിഴ്നാട്? എടാ ഞാൻ ആരാലോചിക്കട്ടെ? ഞാൻ തലമതി വിജയനെ ആലോചിച്ച ഈ കുണ്ണ കണ്ടുപിടിക്കും. ഞാൻ ആരാലോചിക്കട്ടെ? എടാ ഞാൻ നമ്മുടെ ജംഗിളി റമ്മീനെ വിചാരിച്ചാലാ? ജംഗിളി റമ്മീനെ വിചാരിക്കാം. ജംഗിളി റമ്മീനെ നീ പറഞ്ഞില്ലേ? ഇന്ന് ഞാൻ നോക്കിയോ നിന്നെ. ലാലിനെ വിചാരിക്കാം. നോ, തമിഴ്നാടെന്നല്ല വളരെ. ഇറ്റ്സ് യുവർ ക്യാരക്ടർ കറന്റ്ലി ഹാവ് വൈഫ്? എടാ അവരെ വിവാഹ ജീവിതം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എടാ വൈഫ് ഉണ്ടാടാ, എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. നോ, ഐ ഡോണ്ട് നോ. ഈസ് യുവർ ക്യാരക്ടർ ഇന്ത്യൻ? യെസ് ഇന്ത്യൻ. ഡസ് യുവർ ക്യാരക്ടർ പ്ലേ ഇൻ മൂവീസ്? എടാ പിന്നെ തെങ്കാശി പട്ടണത്തിൽ നിന്റെ തന്തയുടെ അഭിനയിച്ച? യെസ്. ഈസ് യുവർ ക്യാരക്ടർ മലയാളി? യെസ് ബ്രോ, ജംഗ്ലി റമ്മി ബ്രോ. ഈസ് യുവർ ക്യാരക്ടർ മുസ്ലിം അല്ലല്ല, ഹിന്ദു അല്ലേ? നോ, ഹിന്ദു ബ്രോ. ഈസ് യുവർ ക്യാരക്ടർ കറന്റ്ലി മോർ ദാൻ 50 years old? എടാ ജംഗ്ലി റമ്മിക്ക് എത്ര വയസ്സായടാ?
എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ, സീരിയസ്ലി ബ്രോദർ, എനിക്ക് അറിഞ്ഞൂടാ. 50 മുകളിൽ കാണൂലേ? 50 മുകളിൽ കാണും. യെസ്. ആസ് യുവർ ക്യാരക്ടർ ടേക്കൻ പാർട്ട് ഓഫ് ബിഗ് ബോസ്. എടാ പോടാ ഇറക്കാൻ. ബിഗ് ബോസിന്റെ പരിസരത്ത് നമ്മൾ പോകൂലേ? നമ്മള് ജംഗിൾ ഇറങ്ങി വീട്ടിൽ കളിച്ച് പൈസ ഉണ്ടാക്കും. മനസ്സിലായി പറഞ്ഞു കേട്ടില്ലേ? ഞാൻ കളിക്കൂല, എനിക്ക് കളിക്കാൻ പൈസ കളയില്ല. ഈസ് യുവർ ക്യാരക്ടർ ഡെഡ്? എടാ ടച്ച് ചെയ്യൂടാ. ഈസ് യുവർ ക്യാരക്ടർ ഇൻ ടു പൊളിറ്റിക്സ്? എടാ പൊളിറ്റിക്സ് ഞാൻ പോയിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല 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 ഇല്ല, നോ നോ. 11 ചോദ്യം. ഈസ് യുവർ ക്യാരക്ടർ മാരീഡ് ടു എ സ്റ്റാർ? എടാ അറിഞ്ഞൂടാ ബ്രദർ, എനിക്കിതൊന്നും അവരെ വിവാഹം ചെയ്തു എനിക്ക് അറിഞ്ഞൂടാ. ബ്രദർ, ഡസ് യുവർ ക്യാരക്ടർ ഹാവ് എ ബിയേഡ്? എടാ പിന്നെ ബിയേഡ് ഇല്ലാതിരിക്കൂ. ബിയേഡ് മറ്റേ എന്തിനാണ് പറയണ, മറ്റേ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഐഡന്റിറ്റി പോലെയാണ് ബിയേഡ്. ബിയേഡ് ബിയേഡ് ബ്രദർ. ഡസ് യുവർ ക്യാരക്ടർ പ്ലേ ഇൻ ദ ഓസി? എടാ ഈ ഓസി എന്തിനാണ് സാധനം എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഐ ഡോണ്ട് നോ. ഹാസ് യുവർ ക്യാരക്ടർ എവർ അപ്പിയർഡ് ബിഗ് ബോസ്? എടാ ഞോടാ. എടാ ഞാൻ നിന്നെ തോപ്പ് നോക്കട്ടെ. ഈസ് യുവർ ക്യാരക്ടർ ഗോട്ട്? റൊണാൾഡോ അല്ലേ ബ്രദർ? റൊണാൾഡോ ഗോട്ട് നമ്മുടെ റൊണാൾഡോ അല്ലേ? അല്ലാതെ ഏത് ഗോട്ട്? നോ നോ, ഗോട്ടാണ് അത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവും? എടാ ഇനി നല്ല പടമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ജംഗ്ലി റമ്മിയാണെന്നൊരു സീനേ ഉള്ളു, അതല്ല. എടാ ഇങ്ങനെ ഗോട്ടാണ്. ഗോട്ട് നല്ല സംവിധായകനാണ്ട്രാ. പക്ഷെ എടാ ഇതിപ്പോ ചിലപ്പോ ഞാൻ ഈ ഗോട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്ടറിനെ വിചാരിക്കുമെന്നാണ് ഞാൻ പ്രോബബ്ലി യാ ഏകദേശം ഗോട്ടാണ്. ഈസ് യുവർ ക്യാരക്ടർ മുസ്ലിം? എടാ അല്ല അല്ല അല്ല, മുസ്ലിം അല്ലേ, നേരത്തെ ചോദിച്ചില്ല. ഡസ് യുവർ ക്യാരക്ടർ ഹോസ്റ്റ് KBC? KBC യാ? KFC അടിച്ചോളൂ. KBC എന്നോടാ, KBC എന്തോന്നു? KBC എന്നോടാ, KBC എന്തോന്നു? എടാ KBC എന്തോടാ? KBC എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഡെഡ് യുവർ ക്യാരക്ടർ എവർ ആക്ട് വിത്ത് രജനീകാന്ത്? രജനീകാന്ത് ഇവിടെയൊക്കെ ഇംഗ്ലീഷ് ഇത് ചെയ്തിട്ടുണ്ട്. ഇല്ലല്ലേ എനിക്ക് ഇല്ല 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 ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ടോന്നു ഓ എടാ പോടാ കുണ്ണെ. നീ നീ നിന്റെ കൈ തന്നെ ഇങ്ങനെ പോസ് കൊടുത്തിട്ട് ഇതാണ് ഇതാണല്ലേ ഇതല്ലേ എനിക്കറിയാം കുണ്ണ ഇതാണെന്ന്. എടാ എടാ നിനക്ക് എടാ നിനക്ക് എടാ യവൻ എന്ത് അഹങ്കാരം. എടാ അഹങ്കാരി യവൻ. എടാ ഇവൻ റിയൽ അഹങ്കാരി. എടാ ഇവന് ആഹാ നീ കൊള്ളാലടാ. എടാ എടാ യവന് ന്യൂക്ലിയറിനെ അറിയാം, പക്ഷെ നമ്മടെ ജംഗ്ലി റമ്മിനെ അറിഞ്ഞൂടുന്നു യവൻ. എടാ നീ ഓരോ കുണ്ണ. എടാ ഞാൻ കറക്റ്റ് ആയിട്ടാ ഞാൻ പറഞ്ഞ, ഞാൻ കറക്റ്റ് ആയിട്ടില്ലടാ ആൻസർ ചെയ്ത. എന്റെ അറിവ് വച്ച് എന്റെ നോളജ് വെച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഗോട്ടാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. മിക്കവാറും ഒന്നേ മോഹൻലാലിനെ പറയുന്നു, പക്ഷെ നല്ല പടം എടുത്ത ആളാണ്. നമുക്ക് ഗോട്ടല്ലെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? നല്ല മന്നാർ മത്തായി ഇതൊക്കെ എടുത്ത ആളാണ്. മനസ്സിലായില്ലേ? പിന്നെ അതൊക്കെ എടുത്ത് ഡബ്ല്യു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രോബബ്ലി ആണ് കൊടുത്ത. മനസ്സിലായില്ലേ? യെസ് കൊടുത്ത കറക്റ്റ് മോഹൻലാലിനെ പറയുന്നത് എനിക്കറിയാം. എന്റെ കൊണന്ന് ചോദിക്കണ്ട. ബിഗ് ബോസിന്റെ കുണ്ണല്ലേ? എടാ ബിഗ് ബോസിന്റെ എടാ പോടാ ഇറക്കാൻ. നിനക്ക് അറിഞ്ഞൂടെ അത് പറഞ്ഞാ പോരെ? എടാ നിനക്ക് ഇത്ര ബോധമുള്ളടാ നീ. യോ എടാ എവന്റെ പോസ് കണ്ട എന്നിട്ട് ഇങ്ങനെ കൈക്ക് ചിരിച്ചു വെച്ച്. എടാ നിന്റെ കുണ്ണെ കയറ്റടാ. മോഹൻലാൽ അല്ല. നോ നോ ബ്രോ, തോറ്റ് നീ തോറ്റ് ബ്രോ. മറ്റേ മോഹൻലാൽ അല്ലേ? മോഹൻലാൽ ഒന്നും അല്ല. അവിടെ ജംഗ്ലി റമി ഈ മോനെ മോഹൻലാൽ ഒന്നും. നീ കണ്ടിന്യൂ യെസ് കൊടുത്തു. യെസിന്റെ അരി. എടാ ഇവനൊരു അവസരം കൊടുക്കണോ ചേട്ടേ? എടാ ഇവനൊരു അവസരം കൊടുക്കണോടാ. ഇവ എന്തായാലും വലിയ പുള്ളി എന്ന് പറഞ്ഞിരിക്കുമല്ലോ. നോക്കട്ടെ ചാറ്റ് പറയട്ടെ. നിങ്ങളെ ചാറ്റ് ലൈവ് കയറട്ടെ. നിന്റെ ഞാൻ ചാറ്റ് നോക്കട്ടെ. എടാ ലൈവ് കാണുന്ന ആരിപ്പോ ഉണ്ടേ പറ. ഇവൻ ഒരു അവസരം കൊടുക്കണോ വേണ്ടേ? നിങ്ങൾ പറ. നിങ്ങളുടെ ലൈവ് ആരെ കൊണ്ടുവന്ന് ഞാൻ നോക്കിയോട്ടെ. ഈ ഫോൺ എനിക്ക് 2 സെക്കൻഡ് വെയിറ്റ് ആ കേട്ടാ. ഇത്തിരി ഇതൊക്കെയാണ് സീനാണ്. ഫോണൊന്നും അങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊന്നും എല്ലാം പറ്റൂല. ഇത്തിരി പതിയെ പറ്റും. ഓക്കെ നിക്ക്. ഹബീബി അല്ല എന്തര് ഹബീബി OP അറബി. അത് തന്നെ ഹബീബി എന്താ ഹബീബി ഹിംബി ഹോബി ഹബീബി എന്താ ഹബീബി. അളിയാ നീ പറ. എടാ ചാറ്റ അറബി പറയട്ടെ. അളിയാ ഈ കുണ്ണയ്ക്ക് ഒരവസരം ഇവിടെ കൊടുക്കണോ? നീ പറ. നീ ഇപ്പൊ ലൈവ് കാണുവാണെന്നൊക്കെ എനിക്ക് അറിയാം.
നീ ഇപ്പൊ ടൈപ്പ് ചെയ്യാതിരുന്ന ഞാൻ ഇവനെ പോടാ കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. നീ പറ നീ ഇപ്പൊ കാണണമെന്നൊക്കെ എനിക്കറിയാം അറബി. നീ തന്നെ പറയാളിയെ ഇവൻ ഒരു അവസരം കൊടുക്കണം. കണ്ടിന്യൂ വേണോ അതാ ഇറക്കി വിടണം ഇവനെ. ഈ മറ്റേ കൈ പോസ് കൊടുത്തിരിക്കണം ഇവനെ. എടാ നിന്റെ കൈ താത്തിടറാ. അവന്റെ കൈ എടുത്ത് മറ്റേ തലയിൽ വെച്ചേക്കണം. താത്തിടറാ എന്റെ കൈ. തോറ്റിട്ട് പോസ് കൊടുക്കണവൻ. അളിയാ നീ പറ അവസരം കൊടുക്കണോ വേണ്ടേ? ഇപ്പൊ നീ ചിലർ എത്ര വരെ എണ്ണം? ഒരു 25 വരെ എണ്ണം. 25 വരെ എണ്ണം. ഓക്കെ, കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ 25 വരെ എണ്ണും. അതിനകത്ത് ചാറ്റിൽ ആരെങ്കിലും ലൈവ് ആണെന്ന് ആരെങ്കിലും കൊടുക്കണ ഒരു അവസരം കൊടുക്കണോന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും. കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇവന് മുടാന്ന് ഞാൻ പറയും. ഇവന് ഞാൻ കൊടുക്കണം വേണ്ടി നോക്കട്ടെ. എണ്ണം തുടങ്ങാം. ഓക്കെ ഓക്കെ ഞാൻ ചാറ്റ് പോട്ടെ. ചാറ്റ് പോണ. ഓക്കെ ഓക്കെ ഇറക്കി വിടാളിയ അത്ര എന്റെ കയ്യെടുത്ത് നിന്റെ അണ്ടി തിരുവടാ പിന്നെ പോടാ ഇറങ്ങി അവന്റെ അത്രേ ഉള്ളു. ഇറക്കി വിടാൻ പറഞ്ഞു. നീ പോസ് നിന്റെ തന്തിരെടുത്ത് കാണിടാ. നിനക്ക് നിന്റെ തന്ത അറിയാം. ജംഗ്ലി റമീൻ അറിഞ്ഞോടുന്നു. നീ അപമാനിക്കാണ് കേരളക്കാരെ.